ഹലോ. ഹലോ, ഞാൻ ലക്ഷ്മി. പേരെന്താണ്? വിഷ്ണു. ആ, ബാക്കിയുള്ളവരൊക്കെ ഇവിടെ? അവരെന്തോ സാധനം മേടിക്കാൻ പുറത്തു പോയതാ. ഇപ്പൊ വരും. ഫോംസും ലീഫ്ലെറ്റ്സും പിന്നെ ക്യാഷ് സ്ലിപ്പും എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വെക്കണം. ഓക്കെ സാർ, അതൊക്കെ ഞാൻ ചെയ്തേക്കാം. വിഷ്ണു, ഓക്കെ ഓക്കെ ഓക്കെ. കാഷ്യർ കൃഷ്ണകുമാർ, ബ്രാഞ്ച് മാനേജറാണ്. വിഷ്ണു ഇതിനു മുമ്പ് ഏത് ബാങ്കിലാണ് വർക്ക് ചെയ്തിരുന്നത്? ഇതിൻ്റെ അകത്തെ പോസ്റ്റിംഗ് സാർ. ഓ, ഫസ്റ്റ് ആണല്ലേ? അപ്പോൾ എല്ലാവരുടെയും ഫസ്റ്റ് ബാങ്ക് എക്സ്പീരിയൻസ് ആണല്ലേ? അതെ സാർ. ഓക്കെ. അപ്പോഴേ ഉദ്ഘാടനത്തിന് നാട്ടുകാർ വരുമ്പോൾ നമ്മൾ വളരെ മാന്യമായിട്ട് വേണം പെരുമാറാൻ. ഇത് അവരുടെ ബാങ്ക് ആണെന്നുള്ള ഫീൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, ആ ഒരു വിശ്വാസത്തിലാണ് നമ്മുടെ ബാങ്കിന്റെ വളർച്ച ഇരിക്കുന്നത്. ഓക്കെ. വിഷ്ണു, നമ്മുടെ ഈ ചെക്ക് ബുക്സ് എത്ര ഉണ്ടായിരുന്നു? നോക്കണം സാർ. കൗണ്ട് ഒന്ന് എടുക്കണേ. ഓക്കെ, ശരി. സാർ, ഈ വിഡ്രോവൽ സ്ലിപ്പ് അങ്ങോട്ട് വെക്കട്ടെ. വിഡ്രോവൽ സ്ലിപ്പ് അങ്ങോട്ട് വെച്ചോളൂ. ഒരു പെനും കൂടെ വെച്ചോളേ. ഓക്കെ. നമ്മുടെ ഹെഡ് ഓഫീസിൽ വന്ന ബോക്സിൽ CDs ഉണ്ടല്ലോ. CD-യോ? ഏത് പടത്തിന്റെ? ഞാൻ ആ പെട്ടിയിൽ പേപ്പർ മാത്രമല്ലേ കണ്ടുള്ളൂ. MP3 ആണോ സാർ? CDs എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ്. നമ്മളോട് ഡെപ്പോസിറ്റ് സ്വീകരിക്കില്ലേ, നമ്മൾ അതിനൊരു രസീത് കൊടുക്കുമല്ലോ, അതാണ് CDs. റഹീം പേരിന് പോലും ബാങ്കിലൊന്നും കയറിയിട്ടില്ലെന്ന് തോന്നുന്നു. അങ്ങനെ പറയരുത് സാർ. ബാങ്കിങ് പ്രവർത്തനങ്ങൾ എളുപ്പത്തിൽ ഞാനിത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വേണമെങ്കിൽ തരാട്ടാ സാറേ. ഈ ചായം കടി മേടിക്കുന്നത് ഞാനിതൊക്കെ പഠിക്കേണ്ട കാര്യമുണ്ടോന്നേ? ചാക്കോ, നമ്മൾ ചായക്കടയാണ് നടത്തുന്നതെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇത് ബാങ്കാണല്ലോ, അതും point. അപ്പൊ നമ്മളതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. നാട്ടുകാരൊക്കെ വന്നു കൂടുന്നു. പ്രസിഡന്റ് ഇപ്പൊ വരും. നിങ്ങളൊന്ന് റഷ് കേട്ടോ, പ്ലീസ്. പ്ലീസ്. ശരി സാർ. ശരി സാർ. കേട്ടോ. ഓക്കെ. ആ മൂലക്കിലേക്ക് അടുപ്പിച്ചു. ചാക്കോ ഇതൊക്കെ എപ്പോഴാണ് കൊണ്ടിടുന്നത്? ഇതിങ്ങനെ ഊതിക്കൊണ്ടിരിക്കാതെ പെട്ടെന്ന് തൂക്ക്. മിസ്റ്റർ കൃഷ്ണകുമാർ, ഇതുപോലൊരു പരിപാടി നടക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം അറിഞ്ഞൂടെ? അത് സാർ, തിരക്കിനിടയിൽ വിട്ടുപോയായിരുന്നു. എത്ര തിരക്കാണേലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിട്ടുപോകാൻ പാടുണ്ടോ കൃഷ്ണകുമാറെ? സാർ, എൻ്റെ പേരെങ്ങനെ? തൻ്റെ മാത്രമല്ല, ചാക്കോ, റഹീം, ലക്ഷ്മി, വിഷ്ണു, എല്ലാവരെയും എനിക്കറിയാം. പോലീസിലല്ലട പണി. എന്നുവെച്ചാൽ നിങ്ങളാരും ടെൻഷനാകുമൊന്നും വേണ്ട. ഈ നാടും നാട്ടുകാരും എനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടവരാ. അതുകൊണ്ടല്ലേ നിങ്ങൾ വിളിച്ചാലും ഇല്ലെങ്കിലും ഞാനിങ്ങോട്ട് വന്നേ. നമ്മുടെ നാട്ടിലെ ആയുധ ബാങ്കല്ലേ. എന്താ ഗോപി, പ്രസിഡന്റ് എത്തിയില്ലേ? വന്നിന്, ഞാൻ വിളിക്കാം. ആ, എന്നാ പിന്നെ താമസിക്കണ്ട, തുടങ്ങുമല്ലേ? തുടങ്ങാം സാർ. വിഷ്ണു, നമസ്കാരം പ്രസിഡന്റ്. എല്ലാരും ആദ്യമൊക്കെ വിളിക്കുന്നു. വാ, തുടങ്ങാനായി. വാ. നമ്മുടെ നാട്ടിലെ ആദ്യത്തെ ബാങ്ക് വിഷ്ണു സാറേ. സാറോ, മാനേജറൊക്കെ ആകാൻ വേണ്ടി എത്ര വർഷം പണിയെടുക്കേണ്ടി വരും സാറേ? മാനേജറോ? ആ, 2 വർഷം കൊണ്ടായവരുണ്ട്, 10 വർഷം എടുത്തിട്ട് ഒന്നും ആവാത്തവരുണ്ട്. അതെന്നെ കണക്കാ സാറേ? കണക്കല്ല ചാക്കോ, ആ, കഴിവുണ്ടെങ്കിൽ അധികം സമയമൊന്നും വേണ്ട. ആണോ? എനിക്കൊക്കെ 1 കൊല്ലം മതിയോ? ചാക്കൊക്കെ ഒരു 10 കൊല്ലെങ്കിലും വേണ്ടി വരും. അയ്യോ ചാക്കോ, പച്ചവെള്ളത്തിലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സോപ്പിട്ടിട്ടാണെങ്കിൽ അങ്ങനെ. ഏതാ ചാക്കോന്റെ ഇഷ്ടം? കഴുകിത്തരും. ഏതാ വേണ്ടേ? ഞാൻ വൈകിയില്ലല്ലോ. ദേ ബ്രോക്കറേജ്. ആ, ആശ്വാസമായി. ഫുഡ് എത്തി. നിങ്ങൾ ഇറങ്ങിക്കാണോന്ന് സംശയിച്ചു. ഇല്ലേ ചി, സമയാവുന്നല്ലേ ഉള്ളൂ. എങ്കി വാ, കഴിക്കാം. ആ, വാ. ആയിക്കോട്ടെ, എന്നാ ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി. അതെ അതെ, ഇതുണ്ടാക്കി വെച്ച് പോയിച്ചാ മതി. കഴുകിത്തരാം ചാക്കോ. ആദ്യം വയറ്റിലോട്ട് വല്ലതും കയറട്ടെ. വാ വാ വാ. എൻ്റെ പൊന്നു റഹീം, ഇതൊക്കെ മൊത്തം തെറ്റാണല്ലോ. ഇതൊന്നും കറക്റ്റ് ഇല്ല. കറക്റ്റാ. 9 × 9 18. എന്താ ചാക്കോ, ചായ കൊണ്ടുവരാൻ വലിയ താമസമാണല്ലോ. നിങ്ങൾക്കൊക്കെ അല്ലേ ഇവിടെ പണിയില്ലാത്തുള്ളൂ, എനിക്ക് അങ്ങനെയല്ല. എന്നാ സാറേ, ഒരു 1 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്യാനുണ്ടായിരുന്നു. നിങ്ങളുടെ അക്കൗണ്ടിലേക്കാണോ? അല്ല, അളിയന്റെ SB അക്കൗണ്ടിലേക്കാണ്. കാശ് എന്തായാലും ഉണ്ട്. കാസർഗോഡ് വരെ പോയി ട്രാൻസ്ഫർ ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ടാ. തോട്ടത്തിൽ പണിക്കാരുണ്ട്. ഓ, വേറെ ബാങ്കാണല്ലേ. ഒരു കാര്യം ചെയ്യും, ഞാനൊന്ന് സാറിനോട് ചോദിച്ചിട്ട് പറയാം. ഇപ്പോൾ വരും കേട്ടോ. നമുക്ക് തന്നെ IFSC കോഡ് ആയിട്ടില്ലല്ലോ. അപ്പോൾ അത് ഹെഡ് ഓഫീസിൽ നിന്ന് NEFT ചെയ്യേണ്ടി വരും. ഒരു 48 എടുക്കും. ക്യാഷ് വാങ്ങിച്ചോ. ഓക്കെ സാർ. മാഡം, എനിക്ക് എക്സാം ഫീസ് അടയ്ക്കണമായിരുന്നു. ആ, DD ആയിട്ടാണോ? അതെ. ഒരു മിനിറ്റ്.
ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്തോ. ശരി. ഹലോ കൃഷ്ണമ്മ വിജയ് ആ സർ, എങ്ങനെ പോകുന്നു അവിടുത്തെ കാര്യങ്ങൾ? ഗോയിങ് ഗുഡ് സർ. സർ, നമുക്ക് റിസർവ് ക്യാഷ് വളരെ കുറവാണ്. നമുക്ക് അത്യാവശ്യം ലോൺ എൻക്വയറീസും വരുന്നുണ്ട്. ഏത് ബാങ്കിലാണ് കൃഷ്ണമ്മറെ ലോൺ പറയുമ്പോൾ തന്നെ എടുത്തു കൊടുത്തിട്ടുള്ളത്? ലോണിന്റെ പേരും പറഞ്ഞ് ഓരോരോ ബാങ്കുകൾ എത്ര ആൾക്കാർ അങ്ങോട്ടും നടത്തിക്കാറുണ്ട്. നമ്മളും അതുപോലെ തന്നെ ഒരു ബാങ്കാണ്. നമ്മുടെ ഓരോ ആപ്ലിക്കേഷനും ഉണ്ടാവുന്ന പ്രോസസ്സിംഗ് ചാർജുകൾ, നമ്മുടെ ഡെപ്പോസിറ്റ് ആയിട്ട് തിരിക്കേണ്ട നോംസ് അറിയില്ലേ കൃഷ്ണകുമാറിന്? സർ, എന്നാലും നമുക്ക് കുറച്ച് റിസർവ് ക്യാഷ് ഹോൾഡ് ചെയ്യാൻ പറ്റിയെങ്കിൽ നന്നായിരുന്നു സർ. കൃഷ്ണകുമാർ, ഡെപ്പോസിറ്റ് പിടിച്ച ഫണ്ട് ഉണ്ടാക്കേണ്ടത്, അല്ലാതെ ബാങ്കിൽ കുത്തിയിരുന്ന മാത്രം പോരാ. യു ഹാവ് ടു ബി ഇൻ ദ ഫീൽഡ്. മനസ്സിലായോ കൃഷ്ണകുമാർ? വൺസ് അഗൈൻ ആൻഡ് റിമൈൻഡിങ് യു ആർ ഓൺലി ഓൺ പ്രൊബേഷൻ ഫോർ 6 months. നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും വെദർ ജോബ് ഈസ് ഗോയിങ് ടു ബി പെർമനന്റ് ഓർ നോട്ട്. ശരി സർ. சின்ன தூங்கிட்டேன். தூங்கிட்டா. என்னாச்சு, ஒரு மாதிரியா இருக்கீங்க? ബാക്കിയുള്ള ഒറ്റ സ്റ്റാഫിനും ബാങ്കിങ് എക്സ്പീരിയൻസ് ഇല്ല. എല്ലാം പുതിയ ആൾക്കാരാ. உங்களுக்கு எக்ஸ்பீரியன்ஸ் இருக்குல்ல? சேலம் ஆஃபீஸ் மேனேஜ் பண்ணதே நீங்க தானே, அப்புறம் எதுக்கு டென்ஷன்? அழகி, அது வந்து ஃபினான்ஸ் கம்பெனி, இது வந்து பேங்க். ரெஸ்பான்சிபிலிட்டி எல்லாமே ரொம்ப ஜாஸ்தியாக இருக்கும். இப்பணியறையத்தவமாരെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യുമോ എന്തോ. சொல்லி கொடுங்க எல்லாருக்கும். ஹெட் ஆஃபீஸ்ல இருந்து ஏதோ காசு வரும்னு சொன்னீங்கல்ல, வந்துச்சா? ഇല്ല, നാളെ വരുമായിരിക്കും. കാഷ്യർ ആരാ? ഞാനാ. ഇതാ ഫുൾ ക്യാഷ് എണ്ണി നോക്കിയിട്ട് സൈൻ ചെയ്ത് തരണം. മാനേജറുടെ സൈനും വേണം. ഹെഡ് ഓഫീസിലേക്കുള്ള പേപ്പേഴ്സ് ഒക്കെ റെഡി അല്ലേ? എനിക്ക് സീൽ ചെയ്ത് വേഗം കൊടുത്തു വിട്. ആ ശരി സാർ. ആ, എത്രയുണ്ട് വിഷ്ണു? സാർ 1 ലക്ഷം രൂപ വന്നിട്ടുണ്ട്. 1 ലക്ഷമോ? ആ. അത്രേ ഉള്ളൂ? സാർ ഇതിലൊരു സൈൻ വേണം. ഇവിടെ ഒരു നല്ല ആശുപത്രി കാണിച്ചൂടെ? എത്രയോ ഡോക്ടർമാരെ കാണിച്ചതാ, ഇപ്പോഴും കാണിക്കുന്നുണ്ട്. ശരിക്കും എന്താ പ്രശ്നം? ജനിച്ചപ്പോൾ തൊട്ട് ഓരോരോ അസുഖങ്ങളാ. തൊട്ടടുത്തുള്ള തോട്ടത്തിൽ എൻഡോസൾഫാൻ അടിക്കുന്നുണ്ട്. അതിൻ്റെ കുഴപ്പം കൊണ്ടാന്നാ പറഞ്ഞത്. എൻ്റെ കുഞ്ഞിക്ക് മാത്രമല്ല, ഈ നാട്ടിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും പേര് പോലും അറിയാത്ത ഓരോരോ അസുഖങ്ങളാ. ഇവളുടെ അച്ഛൻ മരിച്ചതും അസുഖം വന്നിട്ടാ. ലക്ഷ്മി, എനിക്ക് ഈ മാല പണയം വെക്കാൻ പറ്റുമോ ബാങ്കിൽ? സതി നാളെ വന്നോ ബാങ്കിലേക്ക്? ചേട്ടനോട് അക്കൗണ്ട് എന്തായാലും തുടങ്ങിയല്ലോ. ബാക്കി ഡോക്യുമെന്റ്സ് ആയിട്ട് വന്നാൽ മതി, നമുക്ക് ശരിയാക്കാം. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല സാറേ. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം. വലിയ ഉപകാരം സാറേ. ഞാൻ പോയിട്ട് വരാം. സാറേ, വിജയ് സാർ പറയുന്ന പോലെ ലോണിന് വരുന്ന എല്ലാവരെയും അങ്ങനെ അങ്ങ് പറഞ്ഞു വിടാൻ പറ്റുമോ? ഹെഡ് ഓഫീസിൽ നിന്ന് അപ്രൂവൽ വരാതെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്ത് കാരണം പറഞ്ഞിട്ടായാലും ഒഴിവാക്കി വിട്ടേ പറ്റൂ. എത്ര കാലത്ത് വെച്ചിട്ട് എങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് ഒഴിവാക്കി വിടുന്നു സാർ? എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. അത് വരാളെ വെച്ചത്. ഹലോ ചേട്ടാ, ഈ സീറ്റ് ബുക്ക് ചെയ്ത് വെച്ചതാ. ആര്? ഞാൻ. ആരും പറഞ്ഞില്ലല്ലോ. ഈടെ ഒരു തൂവാലിട്ടേ കണ്ടില്ലേ? തൂവാല്? കർച്ചീഫ്. ആ, കണ്ടില്ല. അത് ഓള് വെച്ചിട്ട് പോയത്. ഇറങ്ങിക്കൊടുക്ക്. തുറ.